നമ്മുടെ അടുത്ത ചാപ്റ്റർ ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് ഓപ്പറേഷൻസ്. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഊപ്പിൻ്റെ കുറേ കോൺസെപ്റ്റ്സ് പറഞ്ഞു. ആ കോൺസെപ്റ്റ്സ് പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് ഇനി ഡാറ്റ സ്ട്രക്ചർ ആൻഡ് ഓപ്പറേഷൻസ്. അതിൽ എന്താണ് ഡാറ്റ സ്ട്രക്ചർ? Data structure is a particular way of organizing similar or dissimilar data in a single unit. സിമിലർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസിമിലർ ആയിട്ടുള്ള ഡാറ്റാസിന് ഒരു യൂണിറ്റിൽ എന്ത് ചെയ്ത് വെക്കുക, ഓർഗനൈസ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് എന്തിൽ നടക്കുന്നത്, ഡാറ്റ സ്ട്രക്ചറിൽ. ഡാറ്റ സ്ട്രക്ചർ ഈസ് എ പെർട്ടിക്കുലർ വേ എന്ത് ഓർഗനൈസ് ചെയ്യാനുള്ള, സിമിലർ ഓർ ഡിസിമിലർ ഡാറ്റ ഇൻ എ സിംഗിൾ യൂണിറ്റ്. ദെൻ ഇറ്റ് ഹാസ് ക്ലാസിഫൈഡ് simple data structure, compound data structure. Simple data structure, compound data structure. Simple data structure are built in primitive data types like integer, float, char. നമ്മൾ അതിൽ നിന്നുള്ളതാണ് എന്ത്, സിമ്പിൾ ഡാറ്റ സ്ട്രക്ചർ. ഇറ്റ് ഹാസ് അഗെയിൻ ക്ലാസിഫൈഡ്. ഇതിൽ വരുന്നതാണ് നമ്മുടെ അരേസ്, സ്ട്രക്ചർ. ഇതൊക്കെ ഇതിൽ വരുന്നതാണ് സിമ്പിൾ ഡാറ്റ സ്ട്രക്ചർ. സിമ്പിൾ ഡാറ്റ സ്ട്രക്ചേഴ്സ് ആർ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ് ലൈക്ക് ഇൻറ്റ്, ചാർ, ഫ്ലോട്ട് എക്സെട്ര, ഡബിൾ വോയിഡ് ഇതൊക്കെ. ഇറ്റ് ഹാസ് ക്ലാസിഫൈ അരേ സ്ട്രക്ചർ. അരേ എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അരേ ഈസ് എ collection of same type of data referred under a single name. ഇവിടെ അരേ സെയിം ടൈപ്പ് ഓഫ് ഡാറ്റ ആണെങ്കിൽ സ്ട്രക്ചർ എന്തായിരുന്നു, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ, കളക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ റെഫേർഡ് അണ്ടർ എ സിംഗിൾ നെയിം. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്റേഴ്സിൽ പറഞ്ഞതാണ്. അടുത്തത് കോമ്പൗണ്ട് ഡാറ്റ സ്ട്രക്ചർ. കോമ്പൗണ്ട് ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഡാറ്റ സ്ട്രക്ചർ തന്നെയാണ്. സിമ്പിൾ ഡാറ്റ സ്ട്രക്ചേഴ്സ് ആർ കമ്പൈൻഡ് ഇൻ വേരിയസ് വേസ് to form compound data structure. സിമ്പിൾ ഡാറ്റ സ്ട്രക്ചറിനെ തന്നെ പല വിധത്തിലും കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഏത് കിട്ടുന്നത്, കോമ്പൗണ്ട് ഡാറ്റ സ്ട്രക്ചർ കിട്ടുന്നത്. അപ്പോൾ കോമ്പൗണ്ട് ഡാറ്റ സ്ട്രക്ചർ അഗെയിൻ ക്ലാസിഫൈ ലീനിയർ ആൻഡ് നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ. ലീനിയർ ആൻഡ് നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ. Linear data structure is a single level data structure. Linear data structure is a single level data structure. Non-linear data structure is a multi-level ആണ്. ഇത് സിംഗിൾ ലെവൽ ആണെങ്കിൽ മറ്റേതെന്തായിരിക്കും, മൾട്ടി ലെവൽ ഡാറ്റ സ്ട്രക്ചർ ആയിരിക്കും. അപ്പോൾ കോമ്പൗണ്ട് ഡാറ്റ സ്ട്രക്ചർ എങ്ങനെ പറഞ്ഞത്, കോമ്പൗണ്ട് ഡാറ്റ സ്ട്രക്ചർ എന്താണ്, സിമ്പിൾ ഡാറ്റ സ്ട്രക്ചറിനെ തന്നെ അതിൽ നിന്നും ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത് എന്ത്, കോമ്പൗണ്ട് ഡാറ്റ സ്ട്രക്ചർ. ഇതിനെന്തായി ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ലീനിയർ എന്നും നോൺ ലീനിയർ എന്നും. ലീനിയർ എന്ന് പറയുമ്പോൾ സിംഗിൾ ലെവലായിരിക്കും, നോൺ ലീനിയർ എന്ന് പറയുമ്പോൾ മൾട്ടി ലെവൽ ഡാറ്റ സ്ട്രക്ചർ ആയിരിക്കും. ഇതിൽ ഇനി ലീനിയറിൽ വരുന്നതാണ് ഇത് സ്റ്റാക്ക് ക്യൂ, ലിങ്ക്ഡ് ലിസ്റ്റ്. സ്റ്റാക്ക്, ക്യൂ, ലിങ്ക്ഡ് ലിസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും. ഇനി ഇതിൽ നമ്മൾ മെമ്മറി അലോക്കേഷൻ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞു. മെമ്മറി അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഡാറ്റാസ് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള സ്പേസ് ഉണ്ടാക്കുകയാണ് റാമിൽ അല്ലേ. ഇവിടെ സ്ട്രക്ചറിലും ഡാറ്റ സ്ട്രക്ചറിലും എന്ത് ചെയ്യുന്നുണ്ട്, മെമ്മറി സ്പേസ് ഉണ്ടാക്കുന്നുണ്ട്, മെമ്മറി അലോക്കേഷൻ നടക്കുന്നുണ്ട്. രണ്ട് തരത്തിലാണ്. ഏതൊക്കെയാണ്, സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴാണ് നടന്നത് പറഞ്ഞത്, ബിഫോർ ദി എക്സിക്യൂഷൻ ഓഫ് ദി പ്രോഗ്രാം. സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ ഇറ്റ് ടേക്സ് പ്ലേസ് ബിഫോർ ദ എക്സിക്യൂഷൻ ഓഫ് ദി പ്രോഗ്രാം. ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ഇറ്റ് ടേക്സ് പ്ലേസ് ഡ്യൂറിങ് ദി റൺ ടൈം, ഡ്യൂറിങ് ദി എക്സിക്യൂഷൻ ഓഫ് ദി പ്രോഗ്രാം. ഡാറ്റ സ്ട്രക്ചറിനും മെമ്മറി അലോക്കേഷൻ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ചാപ്റ്ററിൽ, അതായത് നമ്മുടെ സ്ട്രക്ചറിൻ്റെ ചാപ്റ്ററിലും മെമ്മറി അലോക്കേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, ഓക്കെ, ഇങ്ങോട്ട് വരാം. ലീനിയറിൽ സ്റ്റാക്ക്, ലിങ്ക്ഡ് ലിസ്റ്റ്, ക്യൂ എന്ന് പറഞ്ഞു. ഇനി നമ്മളടുത്ത് പോകുന്നത് സ്റ്റാക്ക് എന്താണെന്നാണ്. സ്റ്റാക്ക്
ക്യൂ ഇതെന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. അറേയും സ്ട്രക്ചർ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞതാണ്. സ്റ്റാക്ക് എന്താണ് സ്റ്റാക്ക്? സ്റ്റാക്ക് ഈസ് എ ലിഫോ ലീനിയർ ഡാറ്റ സ്ട്രക്ചറാണ്. ലിഫോ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു CD ഇട്ട് വെക്കുന്ന ഒരു ബാഗ് എന്തെങ്കിലും ആവട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു റേഷൻ കാർഡ് ആവട്ടെ, റേഷൻ കടയിൽ നമ്മൾ പോസ് ചെയ്താൽ പ്ലീസ് ഇത് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞാൽ അപ്പോൾ ഡാറ്റ സ്ട്രക്ചറിൽ നമ്മൾ അതിൻ്റെ എന്താണ് സ്റ്റാക്കിനെ കുറിച്ചാണ് ഇനി പറയണത്. സ്റ്റാക്ക് ഈസ് എ ലിഫോ ലീനിയർ ഡാറ്റ സ്ട്രക്ചറാണ്. ലിഫോ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. നമ്മളിപ്പോൾ CD അട്ടി വെക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം എടുക്കുക ഏതാണ്? ലാസ്റ്റ് വെച്ച് CD എടുക്കുക, അത് അങ്ങനെ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, അതാണ് എന്തെന്ന് പറയുന്നത്? ലിഫോ. സ്റ്റാക്ക് ഈസ് എ ലിഫോ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ. ഇറ്റ് ഹാസ് വൺ എൻഡ്, ഒരു എൻഡ് ഉണ്ട്. ഇറ്റ് ഹാസ് വൺ എൻഡ് ടോപ്പ്. ഇൻസേർഷൻ ആൻഡ് ഡിലീഷൻ ടേക്സ് പ്ലേസ് അറ്റ് ദാറ്റ് എൻഡ്. Stack is a LIFO linear data structure. It has one end called top. Insertion and deletion takes place at that end. ആ എൻഡിൽ വെച്ചിട്ടാണ് സ്റ്റാക്കിലേക്കുള്ള ഇൻസേർഷനും ഡിലീഷനും നടക്കുന്നത്. ദ പ്രോസസ് ഓഫ് ഇൻസേർഷൻ ഈസ് നോൺ ആസ് പുഷ്. ഇൻസേർട്ട് ചെയ്യുന്ന ആ ഓപ്പറേഷൻ നമ്മൾ പുഷ് എന്നും, ദ പ്രോസസ് ഓഫ് ഡിലീഷൻ ഈസ് നോൺ ആസ് പോപ്പ്. ഡിലീഷന് പോപ്പ് എന്നും പറയും. അപ്പോൾ സ്റ്റാക്ക് ഈസ് എ ലിഫോ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ. ഇറ്റ് ഹാസ് വൺ എൻഡ് കോൾഡ് ടോപ്പ്. ഇൻസേർഷൻ ടേക്സ് പ്ലേസ്, ഇൻസേർഷൻ ആൻഡ് ഡിലീഷൻ ടേക്സ് പ്ലേസ് അറ്റ് ദാറ്റ് എൻഡ്. ഇനി സ്റ്റാക്കിൻ്റെ അൽഗോരിതം. സ്റ്റാക്കിൻ്റെ അൽഗോരിതം നോക്കുക. ഇതിൽ സ്റ്റാർട്ട്, ദെൻ ഇഫ് ടോസ് ഗ്രേറ്റർ ദാൻ n ടോസ് ഈസ് ഇക്വൽ ടു ടോസ് പ്ലസ് 1, സ്റ്റാക്ക് ടോസ് ഈക്വൽ വാൽ എൽസ്, പ്രിൻ്റ് ചെയ്യും. സ്റ്റാക്ക് ഓവർഫ്ലോ, എൻഡ് ഓഫ് ഇഫ്, സ്റ്റോപ്പ്. അതായത് ഇവിടെ ടോസ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇതാണ് സ്റ്റാക്കെങ്കിൽ, ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ എന്താണ് ഈ ടോപ്പ് എൻഡിനാണ് എന്ത് പറയണത്? ടോസ്. ടോസ് ഇതിലിപ്പോൾ വാല്യൂസ് ആണെന്ന് വിചാരിച്ചോ, ഇതിലൊക്കെ വാല്യൂസാണ്. ഏറ്റവും ടോപ്പിലുള്ളതാണ് എന്ത്? ടോസ്. ടോപ്പ് പൊസിഷനെയാണ് എന്ത് പറയുന്നത്? ടോസ്. എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് വാല്യൂസ്, എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന്, നമ്പർ ഓഫ് വാല്യൂസ്. ടോസ് എന്ന് പറഞ്ഞാൽ ടോപ്പ് പൊസിഷൻ. ദെൻ വാൽ എന്ന് പറഞ്ഞാൽ ആ വാല്യൂസിനെയാണ്, എണ്ണത്തിന്. എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ്, അതിൽ വാല്യൂസിനെ വാല്യൂ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യണം. ടോസ് എന്ന് പറഞ്ഞാൽ ടോപ്പ് പൊസിഷൻ. ഇവിടെ ചെക്ക് ചെയ്യാണ് ടോസ് ഗ്രേറ്റർ ദാൻ, നോക്കുകയാണ് ടോസ് നമ്പറിനേക്കാൾ മുകളിലാണോ, നമ്മൾ തന്നിരിക്കുന്നപ്പോൾ നമ്പറിനേക്കാൾ മുകളിലാണോ എന്ന്. അല്ല എങ്കിൽ ഇപ്പോൾ 0, 1, 2, 3 പ്ലസ് ചെയ്യും. ടോസ് പ്ലസ് 1 നമുക്ക് അടുത്ത ഇൻസേർഷൻ എടുക്കാനാണ്. ടോസ് പ്ലസ് 1 ഇവിടെയാണ് ഇപ്പോൾ ടോപ്പ് പൊസിഷൻ ഇരിക്കുന്നത്. അടുത്ത കോളത്തിലേക്ക് നമുക്ക് ഇൻസേർഷൻ നടക്കണം. അപ്പോൾ ടോസ് പ്ലസ് 1 ഇതിലേക്ക് 1 ആഡ് ചെയ്യണം. അതായത് ഈ പ്ലേസും കൂടി നമ്മൾ എടുക്കുകയാണ് ഇൻസേർട്ട് ചെയ്യാൻ. എന്നിട്ട് എന്ത് ചെയ്യും? സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സ്റ്റാക്കിൻ്റെ പേരാണ് സ്റ്റാക്ക് ഓഫ് ടോസ് ഈക്വൽ വാൽ. അതിലേക്ക് എന്ത് ചെയ്യണം? വാല്യൂ, നമ്മുടെ വാല്യൂവിന് അസൈൻ ചെയ്യാണ്. നമുക്ക് 6 ടോസ് പ്ലസ് 1 അടുത്ത പ്ലേസ് നമ്മൾ ഇൻസേർട്ട് ചെയ്തെടുത്തു, അതിലേക്ക് വാല്യൂ ഇൻസേർട്ട് ചെയ്തു, 6 കൊടുത്തു. അങ്ങനെ റിപ്പീറ്റ് ചെയ്തു. പ്രിൻ്റ് ചെയ്യുന്നത് സ്റ്റാക്ക് ഓവർഫ്ലോ ആവുന്നത് വരെ വെച്ചാൽ വീണ്ടും അപ്പോൾ ടോസ് എന്തായി? ഇവിടെയായി. ഇനി പിന്നെയും ടോസ് പ്ലസ് 1 എന്ന് പറയുമ്പോൾ എന്തായി? ഈ ഇവിടുന്ന് ടോസ് മാറിയിട്ട് ഇവിടെ എത്തി. അപ്പോൾ നമുക്കിവിടെ 7 ആഡ് ചെയ്തു. അങ്ങനെ ഏതുവരെ? ഓവർഫ്ലോ ആവുന്നത് വരെ. ഓവർഫ്ലോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇൻസേർഷൻ നടന്ന് നമുക്ക് എന്ത് ചെയ്യാണ്? സ്റ്റാക്കിൽ സ്പേസ് ഇല്ലാത്തൊരു വരികയാണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ആ സിറ്റുവേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റാക്ക് ഓവർഫ്ലോ. ഇൻസേർഷൻ നടക്കാൻ സാധിക്കാതെ വരുന്ന ഒരു സിറ്റുവേഷനെ നമ്മൾ എന്ത് പറയും? സ്റ്റാക്ക് ഓവർഫ്ലോ. ഓവർഫ്ലോ എന്ന് വെച്ചാൽ അത് സ്റ്റാക്ക് ഫുള്ളായിന്ന്, സ്റ്റാക്ക് ഫുള്ളായ ഒരു സിറ്റുവേഷന് നമ്മൾ എന്ത് പറയും? സ്റ്റാക്ക് ഓവർഫ്ലോ. അപ്പോൾ സ്റ്റാക്കിൻ്റെ ഡെഫിനിഷൻ ലിഫോ ലീനിയർ ഡാറ്റ സ്ട്രക്ചറാണ്. 1 എൻഡ് ഉണ്ട്, ഇൻസേർഷനും. ഇതാണ് ആ എൻഡ്, ഇൻസേർഷനും. ഇനിയിപ്പോൾ ഡിലീഷൻ നടക്കണമെങ്കിൽ ഈ എൻഡ് തന്നെ നടക്കുന്നത്.
ഇൻസേർഷനും ഡിലീഷനും നടക്കുന്ന ടോപ്പ് എൻഡിലായിരിക്കും. അപ്പോൾ ഇൻസേർഷനുള്ള അൽഗോരിതമാണ് ഈ ഓപ്പറേഷൻ. നമ്മൾ പറയുന്നതാണ് പുഷ് എന്നാണ് ഈ ഓപ്പറേഷൻ പറയുക. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? ടോസ് നമ്പറിനേക്കാൾ നമുക്ക് തന്നിരിക്കുന്ന നമ്പറിനേക്കാൾ വലുതാണോ നോക്കുന്നു, അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, 1 ആഡ് ചെയ്യുന്നു, ഒരു പ്ലേസും കൂടി ആഡ് ചെയ്യുന്നു. ആ ആഡ് ചെയ്ത് കിട്ടിയ പുതിയ പ്ലേസിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, വാല്യൂവിനെ അസൈൻ ചെയ്യുന്നു. എൽസ് അതിങ്ങനെ റിപ്പീറ്റ് ഏതുവരെ ആകുന്നത് വരെ, ഓവർഫ്ലോ ആകുന്നത് വരെ നമുക്ക് എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാം. ഓവർഫ്ലോ ആയിക്കഴിഞ്ഞാൽ പ്ലേസ് ഇല്ലയെന്ന്. ഓക്കെ, അപ്പോൾ സ്റ്റാക്കിൻ്റെ ഇൻസേർഷൻ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? അതായത് പുഷ് ഓപ്പറേഷൻ കഴിഞ്ഞു. അതിൻ്റെ അൽഗോരിതമാണ് ഇപ്പോൾ പറഞ്ഞത്. നെക്സ്റ്റ് സ്റ്റാക്കിൻ്റെ തന്നെ ഏത് പോപ്പ് ഓപ്പറേഷൻ, അതായത് ഡിലീഷൻ. സ്റ്റാക്കിൽ എങ്ങനെ ഡിലീഷൻ നടക്കുക എന്നുള്ളതാണ്. ഇവിടെ നോക്കുക, സ്റ്റാർട്ട് ചെയ്യുന്നു, ദെൻ ഈഫിൽ ടോസ് -1, ദെൻ വാൽ stack of toss equal toss -1 else print underflow end of if stop. അതായത് ഇതാണിപ്പോൾ സ്റ്റാക്ക് എന്ന് വെച്ചോ. സ്റ്റാക്കിൽ നമുക്ക് എന്ത് ചെയ്യണം, വാല്യൂസിനെ ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ നോക്കേണ്ടത് -1 ആക്കുക. ടോസ് ഏതാ നോക്കുക, എന്ത് ചെയ്യുക, വാല്യൂന് സ്റ്റാക്ക് ടോസ് എന്ന് പറഞ്ഞാൽ ടോപ്പ് പൊസിഷനാണ്. ഏതിലാണോ ഏറ്റവും ടോപ്പിൽ ഏതാണോ വാല്യൂ ഇരിക്കുന്നത് അതാണ് ടോപ്പ് പൊസിഷനാണ്. എന്തുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്, ടോസ് കൊണ്ട്. സ്റ്റാക്ക് പറഞ്ഞാൽ ഇതിൻ്റെ പേരാണ്, സ്റ്റാക്കിൻ്റെ പേര്. ഈ സ്റ്റാക്കിൽ ടോപ്പ് പൊസിഷൻ ഇപ്പോൾ ഏതാണ്, 6, 5th 6 ആണ് ടോപ്പ് പൊസിഷൻ അല്ലേ? അപ്പോൾ ടോസ് ഈസിക്കൽ ടു ടോസ് -1. ടോസ് എന്താ -1, അതായത് ഇതിനെ ഡിലീറ്റ് ചെയ്യണം. ഇതിനെ ഡിലീറ്റ് ചെയ്തു, അപ്പോൾ അത് ടോസ് എന്തായി, ഇതായി അല്ലേ? ദെൻ വീണ്ടും എന്ത് ചെയ്യും, ഇതിനെ ഡിലീറ്റ് ചെയ്യും. അപ്പോൾ ടോസ് വീണ്ടും ഇറങ്ങി വന്നു. ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് പോകും. ഈ ഡിലീറ്റ് ചെയ്ത് ഏതാവുന്നത് വരെ അണ്ടർഫ്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എം ടി ആയി സ്റ്റാക്ക് എം ടി ആയി. ദിസ് സിറ്റുവേഷൻ ഈസ് നോൺ ആസ് അണ്ടർഫ്ലോ. ഇനി നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ എലമെൻറ്റ്സ് ഇല്ല, ഐറ്റംസ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ വരുന്ന ഈ ഒരു സിറ്റുവേഷന് നമ്മൾ എന്ത് പറയും, അണ്ടർഫ്ലോ. അപ്പോൾ സ്റ്റാക്കിൻ്റെ ഇൻസേർഷനും ഡിലീഷനും പറഞ്ഞു. ഇൻസേർഷൻ രണ്ടും നടക്കുന്നത് ഏതെൻഡിൽ നിന്നാണ്, ഇവിടെ നിന്നാണ്. ഇൻസേർഷൻ നടക്കണമെങ്കിൽ ഇങ്ങോട്ട് മുകളിലോട്ട് പോകണം, ഡിലീഷൻ നടക്കണമെങ്കിൽ ഇങ്ങോട്ട് താഴോട്ട് പോകണം. ഇൻസേർഷനും ഡിലീഷനും നടക്കുന്ന ഒരൊറ്റ എൻഡിൽ നിന്നാണ്, ടോപ്പ് എൻഡിൽ നിന്ന് അല്ലേ? അപ്പോൾ ഈ ഭാഗം ഇവിടെ കഴിഞ്ഞു. സ്റ്റാക്കിൻ്റെ ഇൻസേർഷനും ഡിലീഷനും നമ്മൾ പറഞ്ഞു അല്ലേ? സ്റ്റാക്ക്. ഇനി അടുത്തത് ക്യൂവിൻ്റെ ഇൻസേർഷൻ ഡിലീഷൻ ലിങ്ക്ഡ് ലിസ്റ്റാണ്. അത് അടുത്ത ക്ലാസ്സിൽ.